ഹലോ, ഇത് എന്നത്തെയും പോലെ തന്നെ ഒരു വാട്ട് ഈറ്റിനെ ഡേയിലെ വീഡിയോയുമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ലഞ്ച്, ഡിന്നറ്, പിന്നെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വിശേഷങ്ങൾ, പിന്നെ ഇടയ്ക്കായിട്ട് നമ്മൾ കഴിക്കുന്നതും കുറയ്ക്കുന്നതുമായിട്ടുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ, അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വാട്ട് ഈറ്റിനെ ഡേ ആണ്. അപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹോം മെയ്ഡ് ഡിഷസാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷത്തിലേക്ക് നമുക്ക് കയറാം. ഇതെന്ന് പറയുന്നത് മുട്ടക്കറിയാണ്. അപ്പോൾ നോർമലി നമ്മൾ എന്നും എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുള്ള മുട്ടക്കറിയാണ് റെഡിയാക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് മഞ്ഞ കളറിന് തേങ്ങാക്കി അരച്ച് കളറിന് സവോള കറി റെഡിയാക്കി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം കുറച്ച് കൂടുതൽ നേരം ലോ ഫ്ലെയിമിലിട്ടു. അപ്പോൾ എഗ്ഗ് നന്നായിട്ട് വെന്തു. നല്ല രീതിയിൽ എഗ്ഗ് വെന്തതിന് ശേഷം നമ്മളിതാ കഴിക്കാനായിട്ട് എടുക്കുകയാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ, പെപ്പർ പൗഡറും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും ആണ് ഇതിൻ്റെ സ്പൈസിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചില്ലി പൗഡർ ഒട്ടും ചേർത്തിട്ടില്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ റെഡിയാക്കുന്നത് കൈറൊട്ടിയാണ്. അതായത് തിക്ക് പത്തിരി, തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ള തിക്ക് പത്തിരിയാണ്. അതൊരു 2-3 എടുത്തു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് മുട്ടക്കറി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ബോയിൽഡ് എഗ്ഗ്, മുട്ട പുഴുങ്ങിയ മുട്ടക്കറിയാണ് കോമൺ ആയിട്ട് എന്നും ഉണ്ടാക്കാറ്. അപ്പോൾ മുട്ടക്കറി എന്ന് പറയുന്നത് ഇപ്പോൾ പല തവണയാകുമ്പോൾ നമുക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്കിലും നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ എഗ്ഗിൻ്റെ യോക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ഒരു പരുവത്തിൽ തന്നെയാണ് മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോഴും അതിൻ്റെ ഉള്ളിൽ വെന്തത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഫ്രൂട്ടായിട്ട് കുറച്ച് ഗ്രേപ്സാണ് എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് സീഡ്ലെസ് ഗ്രേപ്സാണ്. നല്ല മധുരം ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. പിന്നെ ചെറിയ രീതിയിൽ ഒരു ലഞ്ചിൻ്റെ വിശേഷം നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് റെഡിയാക്കുന്നത് കുറച്ച് വഴുതനങ്ങ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വഴുതനങ്ങ ഒരുപാട് ഞാൻ മുറുക്കി പൊരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇക്ക വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് മുറുക്കി പൊരിച്ചിട്ടുള്ള വഴുതനങ്ങയാണ് റെഡിയാക്കിയത്. ഇന്നെന്ന് പറയുന്നത് എനിക്ക് എല്ലാ ഫോമിലും ഇഷ്ടമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരുപാട് മുറുക്കി പൊരിക്കാതെ കുറച്ച് ആ ഒരു സ്ലൈമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ഒരു വഴുതനങ്ങ പൊരിച്ചതുണ്ടല്ലോ, അതാണ് ഇന്ന്. പിന്നെ ഇന്ന് ചോറിന് നല്ല സാമ്പാർ കൂട്ടാൻ തോന്നി. അപ്പോൾ കുറച്ച് മുരിങ്ങയ്ക്കായും അതുപോലെ തന്നെ പൊട്ടറ്റോയും ക്യാരറ്റും പരിപ്പും ഒക്കെ വെച്ചിട്ടിട്ട് കുറച്ച് കൂടുതൽ പരിപ്പൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ചോറിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്ന സാമ്പാറാണ് ഇത്. ഇന്ന് ചോറിന് വേണ്ടി റെഡിയാക്കുന്നതാണ്. നമുക്കിപ്പോൾ ദോശയുടെ മാവും ഇഡ്ഡലിയുടെ മാവും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം നമുക്കിത് നെക്സ്റ്റ് നേരത്തേന് ഈ സാമ്പാർ നമുക്ക് അങ്ങനെ ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ സെർവ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് ചോറിന് വേണ്ടി റെഡിയാക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് എക്സ്ട്രാ ആയിപ്പോയി. അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ഒന്ന് ചൂടാക്കി എടുക്കണം പാനിലിട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ തൈരും മുളക് ആണ്. അപ്പോൾ അത് പിന്നെ നമ്മുടെ വഴുതനങ്ങയുടെ ആ ഒരു പരുവം നിങ്ങൾ കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രൈ ആയിട്ടാണ് വഴുതനങ്ങ ഫ്രൈ റെഡിയാക്കി എടുത്തത്. ഇന്ന് അത്ര അങ്ങ് ഫ്രൈ ആകാത്ത രീതിയിൽ അങ്ങ് എടുത്ത് മാറ്റുകയാണ്. പിന്നെ പപ്പടം പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ കിച്ചണിലെ കുക്കിങ്ങും വിശേഷങ്ങളും എല്ലാം കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് നമ്മളിത് ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ്. പപ്പടം പൊരിച്ചത് എടുത്ത് മാറ്റി. പിന്നെ വഴുതനങ്ങ ഫ്രൈ ചെയ്തത്. പിന്നെ മുളക് പൊരിച്ചപ്പോൾ ചൂട് കുറച്ച് കൂടിപ്പോയത് കൊണ്ട് കുറച്ച് എവിടെയോ ഒന്ന് ഹീറ്റായി പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം സാമ്പാർ നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വെച്ചതാണ്. അതൊരു ബൗളിലേക്ക് എടുത്ത് ഞാൻ ടേബിളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ സാമ്പാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി ഒരു നേരം ഉണ്ടാക്കണം, ദോശ ഒരു നേരം ഉണ്ടാക്കണം, പിന്നെ ചോറിൻ്റെ കൂടെയും സാമ്പാർ എടുക്കണം. അതുകൊണ്ട് തന്നെയാണ് സാമ്പാർ അത് മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതലെടുത്തത്. പിന്നെ ഇപ്പം നല്ല ചൂടായിട്ട് നല്ല വെട്ടിത്തിളച്ചിരിക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് പയ്യനെ നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റും. അപ്പോൾ അത് നമുക്ക് ഡിന്നറിനോ നെക്സ്റ്റ് ഡേയിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ എടുക്കാം. ഇപ്പോൾ നമ്മളൊരു ചെറിയ ബൗളിൽ സാമ്പാർ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇന്ന് എടുത്ത് തീർക്കും. ചോറിനും അതുപോലെ തന്നെ ഡിന്നറിനും ഒക്കെ എടുത്ത് ഇതങ്ങ് തീർക്കും. അപ്പം പിന്നെ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. കാസ്ട്രോളിലേക്ക് നല്ല ചൂട് ചോറ്, നല്ല അടിപൊളിയായിട്ട് ചൂട് ചോറ് കാസ്ട്രോൾ ക്ലോസ് ചെയ്ത് തന്നെ വെക്കുകയാണ്. കാരണം ചോറിൻ്റെ ചൂടൊന്നും പോവാതെ നല്ല ചൂട് ചോറ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ ടേബിളിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് എക്സ്ട്രാ ആയിപ്പോയി. അതൊന്ന് പാനിലിട്ട് ഒന്ന് ചൂടാക്കി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പിലേക്ക് ഇട്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു പൊടിയും അതും എല്ലാം കൂടെ ചേർന്ന് കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ചോറ് വെച്ചു, പപ്പടം ഫ്രൈ ചെയ്തു, ചിക്കൻ ഫ്രൈ ചെയ്തു, മുളക് ഫ്രൈ ചെയ്തു, വഴുതനങ്ങ ഫ്രൈ ചെയ്തു, പിന്നെ ഒഴിച്ച് കറിയായിട്ട് സാമ്പാറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ കഴിക്കേണ്ട ലഞ്ചെന്ന് പറയുമ്പോഴത്തേനും ചില ദിവസങ്ങളിൽ 1-2 കൂട്ടം കറികൾ വെച്ചിട്ടുള്ള ലഞ്ചായിരിക്കാം, എന്നാൽ ചില ദിവസങ്ങളിൽ വിഭവസമൃദ്ധമായിട്ടുള്ള ലഞ്ചായിരിക്കാം. അപ്പോൾ വീക്ക് ഡേയ്സിൽ എന്തെങ്കിലും ഒരു തോരനോ എന്തെങ്കിലും ഒരു മെഴുക്ക് വരട്ടിയോ എന്തെങ്കിലും ഒരു ഒഴിച്ച് കറിയോ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ചായിരിക്കാം. അപ്പം എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും ഭയങ്കര ഇഷ്ടമാണ്. പാവയ്ക്ക വരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാ വെജിറ്റബിൾസും ഒരുപാട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് മാറി 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 ഓരോ ദിവസവും എടുക്കാനായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് മോര് കാച്ചിയതും കൂടെ ചട്ടിയിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മളെടുത്ത് പുറത്തേക്ക് വെച്ച് ചട്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു, അതൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. അപ്പോൾ എനിക്ക് മോര് കാച്ചിയത് വലിയ അത്യാവശ്യമില്ല, മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എടുത്തൊന്ന് പുറത്ത് വെച്ചതാണ്. ഞാൻ ഇന്ന് സാമ്പാറും കൂട്ടി നല്ല രീതിയിൽ സാമ്പാറും അതുപോലെ തന്നെ പപ്പടവും ആ ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി ആസ്വദിച്ച് കഴിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. പിന്നെ ഈ വഴുതനങ്ങ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്ചറിൽ എനിക്ക് എടുത്തെടുത്ത് കൂട്ടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ വഴുതനങ്ങ എടുക്കാൻ, ഡീപ് ഫ്രൈ അല്ല. അപ്പോൾ വഴുതനങ്ങ നമുക്ക് ഇങ്ങനെ കിട്ടണമെങ്കിൽ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഉള്ളിൽ ആ സീഡ് കളയാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അതേ സമയത്ത് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വഴുതനങ്ങ കഴുകി ഉള്ളിലെ ആ ഒരു സീഡ് എടുത്ത് മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ടെക്സ്ചറിലും കിട്ടും. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ചോറ് വിളമ്പി അതിലേക്ക് ഒരു മുളക് ഫ്രൈ ചെയ്തത് വെച്ചു, വഴുതനങ്ങ ഫ്രൈ ചെയ്തത്, ചിക്കൻ ഫ്രൈ ചെയ്തത്, പിന്നെ സാമ്പാർ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിക്കുകയാണ്. ഈ ഒരു ബൗളിലെടുത്ത സാമ്പാർ ഇനി ഫ്രിഡ്ജിലേക്ക് കയറ്റില്ല. നമ്മൾ സാമ്പാറൊക്കെ എക്സ്ട്രാ വെക്കുന്നത് കുഴപ്പമില്ല, അത് സ്പൂണൊന്നും ഒരുപാടിട്ട് ഇളക്കാതെ ചൂട് മാറിയതിന് ശേഷം ഫ്രഷായിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചാൽ നമുക്ക് 1-2 ദിവസം എടുക്കാം. അപ്പോൾ എടുക്കുന്നത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റി അതെടുത്ത് തീർക്കുക. അങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാ കറികൾ വെക്കുന്ന ദിവസങ്ങളിൽ ശ്രദ്ധിക്കാറ്. കാരണം 3 കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കുക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ നടപടിയുള്ള കേസല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഐറ്റംസ് നമ്മൾ എക്സ്ട്രാ വെച്ച് വെക്കാറുണ്ട്. ഒരു ദിവസത്തേനോ 2 ദിവസത്തേനോ ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേനും കുറച്ച് എക്സ്ട്രാ കുക്ക് ചെയ്ത് മാറ്റി വെക്കാറുണ്ട്. ഇപ്പോൾ സാമ്പാറാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് എക്സ്ട്രാ മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ അപ്പത്തിൻ്റെ മാവാണെങ്കിലും ദോശയുടെ മാവാണെങ്കിലും എല്ലാം നമ്മൾ എക്സ്ട്രാ അരച്ച് വെക്കും. അപ്പോൾ കറികൾ കുറച്ച് 2 ദിവസത്തേനൊക്കെ കൂടുതൽ റെഡിയാക്കി വെക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ സാമ്പാറെന്ന് പറയുമ്പോൾ സാമ്പാർ അവിയലെന്നൊക്കെ പറയുമ്പോൾ ഹെൽത്ത് വൈസ് അടിപൊളിയാണ്. അപ്പം നമ്മൾ ഡയറ്റ് നോക്കുന്നവർക്കാണെങ്കിലും കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ഉള്ള ആൾക്കാർക്കൊക്കെ അവിയലും സാമ്പാറും ഒക്കെ വെച്ച് കഴിക്കുക എന്നുള്ളത് അടിപൊളിയാണ്. അപ്പോൾ ചോറൊക്കെ ഉണ്ടതിന് ശേഷം മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ മധുരമായിട്ട് നമ്മൾ കുക്കീസ് കഴിക്കുകയാണ്. അപ്പോൾ നടുക്കെന്ന് പറയുന്നത് ഹേസൽനട്ടോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. പിന്നെ അതിൻ്റെ ഈ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് എനിക്ക് കഴിച്ചപ്പോൾ ഫീൽ ചെയ്തത് നമ്മുടെ ബൂസ്റ്റ് ഉണ്ടല്ലോ, ബൂസ്റ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു കുക്കീസ് പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഇതെന്ന് പറയുന്നത് ബനാന കുക്കീസ്. എനിക്കിത് മുന്നേ ഒന്നും അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് കഴിച്ചപ്പോൾ ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്, ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഷാർജയിലെ ഡിബ്ബ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ആ ഒരു കുക്കീസൊക്കെ. അതിനുശേഷം ഇനി നമുക്ക് വൈകുന്നേരത്തെ ടീ ആൻഡ് സ്നാക്ക് പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ സമൂസ കണ്ടല്ലോ. അപ്പോൾ വൈകുന്നേരം ചായയുടെ സമയമായപ്പോഴത്തേനും ഓഫീസ് വിട്ട് വന്നപ്പോൾ ചായയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചത് വെജിറ്റബിൾ സമൂസയാണ്. ഇപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെക്കുന്നത് ഉന്നക്കായാണ്. പിന്നെ വേറൊരു നമ്മുടെ കായ്പോളയുണ്ടല്ലോ, കായ്പോളയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാന്ന് പറയുന്നത് കുറച്ച് ഈ ഒരു ഉന്നക്കായ കായ്പോളയൊക്കെ ഇക്കാക്ക് കൂടുതൽ ഇഷ്ടമാണ്. എനിക്കെന്ന് പറഞ്ഞാൽ മധുരത്തിനേക്കാളും കൂടുതൽ കുറച്ച് എരിവുള്ള ഐറ്റംസാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ഈ കണ്ടതിൽ സമൂസയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇക്കാടെയൊക്കെ ഫേവറേറ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു കായ്പോളയും ഉന്നക്കായൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചായ
സെറ്റാക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനും അത്യാവശ്യം ഹെവി ആയിട്ടുള്ള 2 കായ്പോള. അപ്പോൾ അത് ഞാൻ ചെറിയ പീസസ് ആയിട്ട് കുറച്ചും കൂടെ തിന്നായിട്ട് കട്ട് ചെയ്ത് അപ്പോൾ ടേബിളിലേക്ക് എല്ലാം കൂടെ സെറ്റാക്കി വെച്ചു. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചായയും സ്നാക്സും ഒക്കെ എടുത്ത് കൊടുത്തു. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് ചായ കപ്പിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം എനിക്ക് വേണ്ട സ്നാക്സൊക്കെ കൂട്ടി ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഈ വക സ്നാക്ക് ഐറ്റംസ് ഒന്നും വാങ്ങിക്കാറില്ല. എന്തോ ഇന്ന് നല്ല സമൂസയൊക്കെ കൂട്ടി ഉന്നക്കയൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ കോമണായിട്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സമൂസ ഫ്രൈ ചെയ്യൽ, കട്ട്ലേറ്റ്, ഉന്നക്കായ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ന്യൂ ബോൺ ബേബിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള ഹെവി കുക്കിങ്ങിലേക്കൊന്നും കയറാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ചായകുടി പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മിക്സ് നൂഡിൽസാണ്. അപ്പോൾ ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഓണിയൻസും അതുപോലെ തന്നെ ക്യാബേജും ചിക്കനും ഒക്കെ ഇട്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ നൂഡിൽസ് ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ക്യാപ്സിക്കവും ക്യാബേജും ബോൺലെസ് ചിക്കനും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു കംപ്ലീറ്റ് ഹോം മെയ്ഡ് ഡിഷസ്, കംപ്ലീറ്റ് ഹോം മെയ്ഡ് ഫുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും നമ്മുടെ ഹോം മെയ്ഡ് ഐറ്റംസ് ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മക്കൾക്ക് എന്തോ മുട്ടായി വേണമെന്ന് പറഞ്ഞു, ചോക്ലേറ്റ്. അങ്ങനെ നമ്മളിതാ ഫെറോ റോച്ചറിൻ്റെ മക്കൾക്കും നമ്മളെല്ലാവരും കൂടെ ഓരോ ചോക്ലേറ്റും എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഡേയിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.